നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദലാൽ സ്ട്രീറ്റിൽ വീണ്ടും വൻ തകർച്ച. സെൻസെക്സും നിഫ്റ്റിയും വലിയ വീഴ്ച തുടരുമ്പോഴും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഇറാനിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു. ഒപ്പം ഗ്യാസ് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ കണ്ടെത്തിയ പുതിയ വഴി, കുതിച്ചുയരുന്ന ക്രൂഡ് ഓയിൽ വിലയെ തടയാൻ ജപ്പാന്റെയും സൗദിയുടെയും പുതിയ നീക്കങ്ങൾ, കൂടാതെ രാജ്യത്തെ പ്രമുഖ പെയിന്റ് കമ്പനിയുടെ പേരുമാറ്റം വരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം: വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. മിനിമം 50 ലൈക്കാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. ഇപ്പോൾ പത്രങ്ങളിലും വാർത്തകളിലും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് LNG. എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ ബി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ സി ലൈറ്റ് നാച്ചുറൽ ഗ്യാസ്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ഇന്നത്തെ വിപണി തകർച്ചയെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കാം. സെൻസെക്സ് 829 പോയിന്റുകൾ ഇടിഞ്ഞ് വീണ്ടും വലിയുള്ള തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50 23,700-നും താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാർക്കറ്റിലെ വമ്പന്മാരായ HDFC ബാങ്ക്, TCS, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, IRCTC, RVNL എന്നിവയുൾപ്പെടെ ഏകദേശം 296 ഓഹരികളാണ് ഇന്ന് അവയുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ടച്ച് ചെയ്തത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതാണ് ഇന്നത്തെയും പ്രധാന കാരണം. എന്നാൽ ഈ വലിയ തകർച്ചയ്ക്കിടയിലും കെമിക്കൽസ്, മീഡിയ, മെറ്റൽ സെക്ടറുകൾ ഇന്ന് മികച്ച നേട്ടമുണ്ടാക്കി. ഇനി രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്കിലേക്ക് വരാം. ഫെബ്രുവരി മാസത്തെ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് പണപ്പെരുപ്പ് 3.2% അല്പം ഉയർന്നിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ 4% എന്ന ലക്ഷ്യത്തിനുള്ളിലാണെങ്കിലും ക്രൂഡ് ഓയിൽ വില ഇനിയും ഉയർന്നാൽ വരും മാസങ്ങളിൽ പണപ്പെരുപ്പം കുത്തനെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനത്തെ വൈകിപ്പിക്കും. എന്നാൽ ഈ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന നമ്മുടെ നയതന്ത്ര വിജയത്തിന്റെ ഒരു വലിയ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യൻ പതാക വഹിക്കുന്ന എണ്ണ ടാങ്കറുകൾക്ക് ഈ കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ പ്രത്യേക അനുമതി നൽകിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് വിലക്ക് തുടരുമ്പോഴാണ് ഇന്ത്യയ്ക്ക് ഈ വലിയ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എണ്ണ വിതരണം മുടങ്ങില്ല എന്നുറപ്പാക്കാൻ ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ വലിയ രീതിയിൽ സഹായിക്കും. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. ക്രൂഡ് ഓയിൽ വില നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് അടുത്തത്. ഇന്റർനാഷണൽ എനർജി ഏജൻസി തങ്ങളുടെ റിസർവുകളിൽ നിന്നും റെക്കോർഡ് അളവിൽ എണ്ണ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടും ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുന്നതാണ് ഇന്ന് കണ്ടത്. വിപണിയിലെ ഈ പരിഭ്രാന്തി ഒഴിവാക്കാൻ ജപ്പാൻ ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. മാർച്ച് 16 മുതൽ ജപ്പാൻ തങ്ങളുടെ സ്ട്രാറ്റജിക് റിസർവുകളിൽ നിന്നും എണ്ണ വിപണിയിലേക്ക് ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനൊപ്പം തന്നെ സൗദി അരാംകോയുടെ CEO ഒരു സുപ്രധാന അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ എണ്ണ പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ്ലൈൻ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ നീക്കങ്ങളെല്ലാം എണ്ണവില ഉടൻ തന്നെ താഴേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. എണ്ണയ്ക്ക് പുറമെ ഗ്ലോബൽ ഗ്യാസ് മാർക്കറ്റിലും വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. ഖത്തറിൽ നിന്നുള്ള LNG വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആഗോള എനർജി ഭീമനായ ഷെൽ തങ്ങളുടെ ഉപഭോക്താക്കളെ ഗ്യാസ് നൽകാൻ കഴിയില്ല എന്ന് കാണിച്ച് ഫോഴ്സ് മെജോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് ഇന്ത്യയുടെ ഗെയിൽ ഒരു മികച്ച നീക്കം നടത്തിയിട്ടുണ്ട്. ഖത്തറിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗെയിൽ ഇപ്പോൾ ഒമാനിൽ നിന്നും LNG കാർഗോ വാങ്ങിയിരിക്കുകയാണ്. അവസാനമായി കോർപ്പറേറ്റ് ലോകത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് നോക്കാം. പെയിന്റ് സെക്ടറിലെ പ്രമുഖ കമ്പനിയായ ആക്സോ നോബൽ ഇന്ത്യ തങ്ങളുടെ പേര് ഔദ്യോഗികമായി മാറ്റാൻ റെഗുലേറ്ററി അനുമതി നേടിയിരിക്കുകയാണ്. ഇനി മുതൽ ഈ കമ്പനി JSW ഡ്യൂലെക്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. JSW ഗ്രൂപ്പ് കമ്പനിയെ ഏറ്റെടുത്തതിനു ശേഷമുള്ള ഏറ്റവും നിർണായകമായ ഈ മാറ്റം കമ്പനിയുടെ പുതിയ ബ്രാൻഡിങ്ങിന് കരുത്തേകും. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. LNGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പല ബ്ലൂ ചിപ്പ് കമ്പനികളും ഇത്രയും വിലക്കുറവിൽ ലഭ്യമാകുമ്പോൾ നിങ്ങൾ അവയെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.